Hello friends, welcome back to my channel Tips and Tricks. 12500 PSC Bulletin GK question discussion ആണ്. ഇന്ന് 15ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുന്നേ ഉള്ള ഭാഗങ്ങൾ കാണണമെങ്കിൽ ദാ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1251 മുതലുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ടാഗോർ ആണ്. അപ്പൊ ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ആരാണ്? ടാഗോർ. റോട്ടറി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് പോൾ ഹാരിസ്. അപ്പൊ പോൾ ഹാരിസ് ആണ് റോട്ടറി ഇന്റർനാഷണൽ സ്ഥാപിച്ചത്. ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സിമന്റ് ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രേ വിപ്ലവം, സിമന്റ് ഉൽപാദനം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു ആണ്. ഏത് വിറ്റാമിന്റെ അഭാവത്തിലാണ് ബെറിബെറി എന്ന രോഗം ഉണ്ടാകുന്നത്? വൈറ്റമിൻ ബി. അപ്പൊ വൈറ്റമിൻ ബിയുടെ സയന്റിഫിക് നെയിം എന്താണ്? തയമിൻ എന്നാണ്. അപ്പൊ തയമിന്റെ അല്ലെങ്കിൽ വൈറ്റമിൻ ബിയുടെ അഭാവത്തിലാണ് ബെറിബെറി എന്ന രോഗം ഉണ്ടാവുന്നത്. ഹുമയൂൺ നാമ രചിച്ചത് ഗുൽബദൻ ബീഗമാണ്. ആരാണ് ഗുൽബദൻ ബീഗം? ബാബറുടെ മകളാണ്. ഓക്കെ, അപ്പൊ ഹുമയൂൺ നാമ രചിച്ചത് ആരാണ്? ഗുൽബദൻ ബീഗം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു MN ഗോവിന്ദൻ നായർ. ശ്രദ്ധിക്കുക, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത് MN ഗോവിന്ദൻ നായർ ആണ്. കേരളത്തിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1960 കേരളത്തിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്. യൂറോപ്പിൽ എവിടെയാണ് ഹൈഡ് പാർക്ക്? ലണ്ടനിലാണ് ഹൈഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു? മഹാദേവ ദേശായി ആയിരുന്നു ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ, അതായത് 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. പ്രധാന വേദിയായിരുന്നു പയ്യന്നൂർ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? മൂന്നാറാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം. കേരള ഗവർണർ പദവി വഹിച്ച ശേഷം രാഷ്ട്രപതി ആയത് ആരാണ്? VV ഗിരിയാണ്. മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിളയാണ് കാപ്പി. അപ്പൊ കാപ്പിയാണ് മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിള. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏതാണ്? ജിറാഫ്. അപ്പൊ ജിറാഫിനാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന അളവിൽ രക്തസമ്മർദ്ദം. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷയാണ് തമിഴ്. അപ്പൊ തമിഴിനാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ആദ്യമായിട്ട്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. അപ്പൊ സെറിബെല്ലത്തെയാണ് മദ്യം ബാധിക്കുന്നത്. കേരള ഗവർണറായ ഏക മലയാളി V വിശ്വനാഥനാണ്. റോമൻ പുരാണത്തിലെ സന്ദേശവാഹകനായ ദേവൻ മെർക്കുറി. അപ്പോ റോമൻ പുരാണത്തിലെ മെസ്സഞ്ചർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി? തിമിംഗലം. അപ്പൊ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? തിമിംഗലമാണ്. ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ട പണ്ഡിതൻ? രവികീർത്തി. അപ്പൊ രവികീർത്തിയാണ് ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ട പണ്ഡിതൻ. ജ്വാലാമുഖി ഏത് സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രമാണ്? ഹിമാചൽ പ്രദേശിലെ തീർത്ഥാടന കേന്ദ്രമാണ് ജ്വാലാമുഖി. കേരളത്തിലെ ചെഷയർ ഹോം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ കേരളത്തിലെ ചെഷയർ ഹോം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് കഴുകൻ. അപ്പൊ കഴുകനാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി. ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ലോഹിത്. ഏത് പക്ഷിയുടെ മുട്ടത്തോടാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർ ജലം സൂക്ഷിക്കുന്ന ജക്ഷുക്കളായി ഉപയോഗിക്കുന്നത്? ഒട്ടകപ്പക്ഷിയുടെ മുട്ടത്തോടാണ് ജലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആരാണ്? കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർ. ഓക്കെ. കൊങ്കൺ റെയിൽവേ ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ? മംഗലാപുരവും മുംബൈയും. അപ്പൊ മംഗലാപുരവും മുംബൈയിലെ റോഹേയുമാണ് കൊങ്കൺ റെയിൽവേ ബന്ധപ്പെടുത്തുന്നത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യമാണ് ബൊളീവിയ. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യം ഏതാണ്? ബൊളീവിയയാണ്. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ മത്സരിക്കാൻ അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആണ് നാരായൺ കാർത്തികേയൻ.
അപ്പൊ നാരായൺ കാർത്തികേയനാണ് ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ മത്സരിക്കാൻ അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ നാരായൺ കാർത്തികേയൻ. അടുത്ത ചോദ്യം, തീർത്ഥാടനത്തിന്റെ വർഷങ്ങൾ ആരുടെ ആത്മകഥയാണ്? രാജാ രാമണ്ണയുടെ ആത്മകഥയാണ് തീർത്ഥാടനത്തിന്റെ വർഷങ്ങൾ. രാജാ രാമണ്ണ. ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മെക്സിക്കോ സിറ്റിയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ആണ് ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ്. അടുത്ത ചോദ്യം, ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യമില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യം ഇല്ലെങ്കിൽ. ഏത് നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി? കാവേരി നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി, തൃച്ചി. തിരുവിതാംകൂറിൽ ശ്രീമൂലം പ്രജാസഭ പോപ്പുലർ അസംബ്ലി പ്രവർത്തനം ആരംഭിച്ച വർഷം 1904 തിരുവിതാംകൂറിൽ ശ്രീമൂലം പ്രജാസഭ പ്രവർത്തനം ആരംഭിച്ചത്. കേരള സർവകലാശാലയിൽ നിന്ന് സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത് CK രേവമ്മയാണ്. അപ്പൊ CK രേവമ്മയാണ് കേരള സർവകലാശാലയിൽ നിന്ന് സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത്. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1956 കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായത്. LPGയുടെ ചോർച്ച കണ്ടെത്താൻ സഹായിക്കുന്ന പദാർത്ഥം, അതായത് LPGയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൈൻ ആണ്. മെർക്യാപ്റ്റൈൻ എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ഈഥൈൽ മെർക്യാപ്റ്റൈൻ ആണ്. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും ഉയരം കൂടിയ സസ്തനി ഏതാണ്? ജിറാഫ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ രക്തസമ്മർദ്ദമുള്ള ജീവിയും ഏതാണ്? ജിറാഫ് ആണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണു WBC. അപ്പൊ WBC ആണ് ഇമ്മ്യൂണിറ്റി നൽകുന്നത്. കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായരാണ്. ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായരാണ് കേരള പത്രിക എന്ന ദിനപത്രം ആരംഭിച്ചത്. വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെടുന്ന തുഗ്ലക് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെടുന്ന തുഗ്ലക് സുൽത്താൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ VK വേലായുധനായിരുന്നു. അപ്പൊ KPSCയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു VK വേലായുധൻ. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസിലാണ് പോങ് അണക്കെട്ട്. സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഗവർണറിലാണ് സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്, ഗവർണർ. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടലോരമുള്ള ജില്ലയാണ് കൊല്ലം. ഗാന്ധി മെമ്മോറിയൽ എവിടെയാണ്? കന്യാകുമാരിയിലാണ് ഗാന്ധി മെമ്മോറിയൽ. കേരളത്തിൽ വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഇരവികുളം. സിക്കിമിലെ പ്രധാനപ്പെട്ട നദി ഏതാണ്? ടീസ്തയാണ് സിക്കിമിലെ പ്രധാനപ്പെട്ട നദി. കേരളത്തിൽ വായനാ വാരമായി ആഘോഷിക്കുന്നത് ജൂൺ 19 മുതൽ 25 വരെയാണ്. ജൂൺ 19 മുതൽ 25 വരെ. ഏത് രാജ്യമാണ് ലെസോത്തയെ പൂർണ്ണമായും ചുറ്റി സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്ക. ഏത് രാജ്യമാണ് ലെസോത്തയെ പൂർണ്ണമായും ചുറ്റി സ്ഥിതി ചെയ്യുന്നത്? സൗത്ത് ആഫ്രിക്കയാണ്. കേരളത്തിൽ കാലാവധി, അതായത് 5 വർഷം തികച്ചു ഭരിച്ച ഏക മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EK നായനാർ. 1996 മുതൽ 2001 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. ഏത് വർഷം? ഫെബ്രുവരി 28 രാമൻ ഇഫക്റ്റ് CV രാമൻ കണ്ടെത്തിയത്. 1928 ഇതിന് അദ്ദേഹത്തിന് 1930 നൊബേൽ സമ്മാനവും ലഭിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ ഒരു ഫാക്ട്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ സീറ്റ് നിലനിർത്തിയ ആദ്യത്തെ അംഗമാരാണ്? റോസമ്മ പുന്നൂസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, സൂയസ് കനാൽ ആഫ്രിക്കയെ ഏത് വൻകരയിൽ നിന്നാണ് വേർപെടുത്തുന്നത്? ഏഷ്യ. അപ്പൊ ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർപെടുത്തുന്ന കനാലാണ് സൂയസ് കനാൽ. ലോക വ്യാപാര സംഘടന മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഗാട്ട്. ഓക്കെ, അപ്പൊ ഗാട്ട് എന്നറിയപ്പെട്ടിരുന്നത് WTO ആണ്, ലോക വ്യാപാര സംഘടന. തമിഴിൽ രാമായണം ആദ്യമായി തയ്യാറാക്കിയത് ആരാണ്? കമ്പറാണ്. കമ്പരാമായണമാണ് തമിഴിൽ തയ്യാറാക്കിയ രാമായണം. ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ടിരുന്ന മൗര്യ ചക്രവർത്തിയാണ് അശോകൻ. അപ്പം അശോകൻ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ദേവനാം പ്രിയദർശി. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ
പൊയ്കയിൽ അപ്പച്ചൻ അഥവാ പൊയ്കയിൽ യോഹനനാണ്. PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. കോഴിക്കോട്ട് പ്രീതിഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദനാണ്. കുമാരനാശാൻ ഏത് വർഷമാണ് SNDP യോഗം പ്രസിഡന്റ് ആയത്? 1923 SNDP യോഗം പ്രസിഡന്റായി കുമാരനാശാൻ നിയമിതനായത് 1923. ചാവറയച്ചന്റെ ഭൗതികാവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മാന്നാനത്താണ് ചാവറയച്ചന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്താണ്. ചേർത്തല പ്രദേശത്തിന്റെ പഴയ പേരാണ് കരപ്പുറം. അപ്പൊ കരപ്പുറം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? ചേർത്തല. ഡൽഹിക്ക് മുമ്പ് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നത് ആഗ്രയാണ്. ശ്രദ്ധിക്കുക, ആഗ്രയാണ് ഡൽഹിക്ക് മുമ്പ് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നത്. കേരളത്തിൽ കർഷക ദിനമായി ആചരിച്ചു പോരുന്നത് ചിങ്ങം 1. ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം രക്തം കട്ട പിടിക്കാതിരിക്കലാണ് ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? KM മാണിയാണ് ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതായത് പൂർണ്ണ സ്വരാജ് എന്ന് ആഹ്വാനം ചെയ്തത് ഏത് സമ്മേളനത്തിലാണ്? ലാഹോർ സമ്മേളനത്തിലാണ്. അതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. കേരളത്തിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, സ്പീക്കർ, ലോക്സഭാ അംഗം തുടങ്ങിയ പദവികൾ വഹിച്ച ഏക വ്യക്തി CH മുഹമ്മദ് കോയയാണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് അപൂർവ വാതകങ്ങൾ, നോബിൾ ഗ്യാസ്, അലസവാതകങ്ങൾ എന്നീ പേരിൽ അറിയപ്പെടുന്നതാണ് ഈ 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ. ഓക്കെ, ഏത് വിഭാഗത്തിലെ നൊബേൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്? വൈദ്യശാസ്ത്രം. അപ്പൊ വൈദ്യശാസ്ത്രം നൊബേൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്. ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകനാണ് ജോൺ മാർഷൽ. അപ്പൊ ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയത് ആരാണ്? ജോൺ മാർഷൽ ആണ്. റോയിട്ടർ ഏത് രാജ്യത്തെ ന്യൂസ് ഏജൻസിയാണ്? ബ്രിട്ടൻ. റോയിട്ടർ ബ്രിട്ടൻ. സാംബിയയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കെന്നത്ത് കൗഡയാണ്. സാംബിയയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കെന്നത്ത് കൗഡ. റോ കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസ്. ഹുട്ടിയെന്നോ ഖട്ടിയെന്നോ പറയാം. സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ നീല, മഞ്ഞ, ചുവപ്പ്. ശ്രദ്ധിക്കുക, സാധാരണ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും RGB റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ്. ഇവിടെ പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങളാണ് ചോദിച്ചേക്കുന്നത്. നീല, മഞ്ഞ, എന്തില്ല? പച്ചയില്ല. നീല, മഞ്ഞ, ചുവപ്പാണ്. റോമിലെ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തമുണ്ടായ വർഷം? AD 64 റോമിൽ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തമുണ്ടായത്. INAയുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. INAയുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത്. മദ്യദുരന്തത്തിന് കാരണമാകുന്നത് മീഥൈൽ ആൽക്കഹോൾ ആണ്. ശ്രദ്ധിക്കുക, മീഥൈൽ ആൽക്കഹോൾ ആണ് മദ്യദുരന്തത്തിന് കാരണമാകുന്നത്. ആധുനിക നാടകത്തിന്റെ പിതാവ് ഹെൻറിക് J. ഇബ്സൺ. അപ്പൊ ഹെൻറിക് J. ഇബ്സൺ ആണ് ആധുനിക നാടകത്തിന്റെ പിതാവ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിതയാണ് മേരി ഡിസൂസ. അപ്പൊ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മേരി ഡിസൂസയാണ്. നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏത് സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ മേട്ടുപ്പാളയം. അപ്പൊ നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ മേട്ടുപ്പാളയവുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ശ്യാം ബെനഗലാണ്. പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് പുലിറ്റ്സർ സമ്മാനമാണ്. പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത്. നീളത്തിന്റെ അംഗീകൃത SI യൂണിറ്റ് മീറ്റർ ആണ്. മനുഷ്യന്റെ വൻകുടലിന്റെ നീളം എത്രയാണ്? 1.4 മീറ്റർ. അപ്പൊ 1.4 മീറ്റർ ആണ് മനുഷ്യന്റെ ലാർജ് ഇൻഡസ്ട്രിന്റെ നീളം. 1.4 മീറ്റർ. അവസാനത്തെ പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തിയായിരുന്നു ഔറംഗസീബ്. ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ചാണ്? മരുത്വാമലയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത്. മന്നത്ത് പത്മനാഭനും R. ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം.
അപ്പൊ ഹിന്ദു മഹാമണ്ഡലം ആരെല്ലാം ചേർന്നിട്ടാണ് സ്ഥാപിച്ചത്? മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും. അടുത്ത ചോദ്യം, എവിടെ നിന്നാണ് യാചനയാത്ര ആരംഭിച്ചത്? തൃശ്ശൂരിൽ നിന്നാണ് യാചനയാത്ര ആരംഭിച്ചത്. മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം 1906 മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ചത് 1906. അയ്യ വൈകുണ്ഠർ ജനിച്ച സ്ഥലം ഏതാണ്? സ്വാമിത്തോപ്പാണ്. ബുദ്ധമതത്തിലെ ത്രിപിടകങ്ങൾ ഏതെല്ലാം? വിനയപിടകം, സൂത്രപിടകം, അഭിധർമ്മ പിടകം. അപ്പൊ ബുദ്ധമതത്തിലെ ത്രിപിടകങ്ങൾ ഏതൊക്കെയാണ്? വിനയപിടകം, വിനയം, സൂത്രം, അഭിധർമ്മം. നളന്ദ സർവകലാശാല തകർത്തത് ഭക്തിയാർ ഖിൽജിയാണ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ അപരനാമമാണ് കരിമ്പൂച്ചകൾ. അപ്പൊ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ അപരനാമം എന്താണ്? കരിമ്പൂച്ചകൾ എന്നതാണ്. തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് ഏതാണ്? സുൽത്താൻ ബത്തേരി. ജില്ല ചോദിച്ചാൽ വയനാട്. നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. ഷഡ് ദർശനങ്ങൾ ഏവ? ന്യായ, വൈശേഷിക, സംഖ്യ, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. അപ്പൊ ഷഡ് ദർശനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ന്യായ, വൈദേശിക, സംഖ്യ, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ 100 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതലും ഇതിൽ വന്നിരിക്കുന്നത് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ PSC ബുള്ളറ്റിൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ സീരീസ് ഞാൻ എന്നും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്